സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി. ബീഹാറിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജിവെച്ച മണ്ഡലത്തിൽ ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ മുന്നേറുന്നു. 14 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പ്രശാന്ത് കിഷോർ 13,868 വോട്ടിന് മുന്നിലാണ്. 16 വർഷം MLA ആയിരുന്ന നിതിൻ നബീൻ രാജ്യസഭാ അംഗമായതോടെയാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. YS അഭിനന്ദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിനന്ദ്, പ്രശാന്ത് കിഷോർ ഏറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ ജൻസുരാജ് പാർട്ടി ഒരു അട്ടിമറി വിജയം കാഴ്ചവെക്കുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ബങ്കിപ്പൂരൊക്കെ 1995 മുതൽ തന്നെ BJP കൈയടക്കി വെച്ചിരിക്കുകയാണ്. അട്ടിമറി ഉണ്ടാകുമോ? റോഷ്നി, ഒരു അട്ടിമറി വിജയത്തിലേക്ക് ജൻസുരാജ് പാർട്ടി പോകുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 24ാമത്തെ റൗണ്ട് വോട്ടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 13,868 പ്രശാന്ത് കിഷോറിന്റെ ലീഡ് എത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 4 തവണയായിട്ട് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീനാണ്. നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്ക് വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ BJP ആകെ നിലംപതിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. കാലിടറുകയാണ് പ്രശാന്ത് കിഷോർ. വലിയ രീതിയിലുള്ള ലീഡ് ഉയർത്തുന്നു. 25ാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ 14,000 ഭൂരിപക്ഷം എത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ജൻസുരാജ് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി BJPയെ തകർക്കുവാൻ പോകുന്നു. 4 തവണ വിജയിച്ച ആ മണ്ഡലത്തിൽ ഇത്തവണ പരാജയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നിലവിൽ ലഭ്യമാകുന്നതായത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടി, BJPയെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുജറാത്തിലും മധ്യപ്രദേശിലും 2 ഇടങ്ങളിൽ കൂടി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഗുജറാത്തിൽ BJP വിജയത്തിലേക്ക് എത്താൻ പോകുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റിൽ അവർ തന്നെ വിജയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ബങ്കിപ്പൂരിലെ തിരിച്ചടിയാണ് BJPയുടെ. ശരി, എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. പ്രശാന്ത് കിഷോറിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള മത്സരമാണ്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ വലിയ ഘടകങ്ങളാണ്.